സൂപ്പർ അമ്മയും മകളും പ്രോഗ്രാമിലെ സിറ്റിസൺ ജേർണൽ സെഗ്മെന്റിൽ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നിത്യ എസ് നായർ. ഓക്കെ, വെൽക്കം നിത്യ. താങ്ക് യു മാം. ഓക്കെ, എവിടെയാണ് നിത്യയുടെ വീട്? സ്വദേശം തിരുവനന്തപുരം തന്നെ. ഇപ്പം സെറ്റിൽഡ് ആയിരിക്കണം ആക്കുളത്ത്. ഓക്കെ, എന്താണ് പഠിച്ചതൊക്കെ? പഠിച്ചത് മാത്തമാറ്റിക്സ് BSc കഴിഞ്ഞിട്ട് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇപ്പം ഞാനൊരു കമ്പ്യൂട്ടർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാണ്. ഫാന്റാസ്റ്റിക്. മോള്? ഷീ ഈസ് ഡൂയിങ് 6th grade. ഇപ്പം 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ സിറ്റിസൺ ജേർണലിസ്റ്റ് ആയിട്ട് ഈ സ്റ്റോറീസ് ചെയ്യാൻ വന്നപ്പോൾ എന്തെല്ലാം സ്റ്റോറീസ് ആണ്, എന്തിലൂടെയൊക്കെ കടന്നുപോയി? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന ടാസ്ക് വരുന്നതിന് മുൻപേ തന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തതും മോസ്റ്റ്ലി ഞാൻ ഇങ്ങനത്തെ ചില റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ആൻഡ് എനിക്കിത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിയറിംഗ് ഇമ്പയർഡ് അല്ലെങ്കിൽ ഡെഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് സമൂഹത്തിൽ മറ്റ് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളോട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവരുടെ IQ ലെവലെല്ലാം സെയിം ആണ്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അത് കാരണം അവരുടെ ഐഡിയാസ് അങ്ങോട്ടും കോമൺ പീപ്പിളിൻ്റെ ഐഡിയാസ് ഇങ്ങോട്ടും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ബാരിയറായി നിൽക്കുന്നത് സൈൻ ലാംഗ്വേജ് ഇവർക്കറിയാം, പക്ഷേ കോമൺ പീപ്പിളിന് സൈൻ ലാംഗ്വേജ് അറിയില്ല. അപ്പം അതെങ്ങനെ നമുക്കൊന്ന് സോഷ്യലൈസ് ചെയ്യാം എന്നുള്ള ഒരു തീമും, അപ്പം നമുക്ക് ആ ഒരു ബാരിയർ ബ്രിഡ് ദ ഗ്യാപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, മനസ്സിൽ വന്നത്. ഇതൊരു മൈനോറിറ്റി ഗ്രൂപ്പ് ആണെങ്കിലും പലയിടത്തും നമ്മൾ ഡെഫിന് കാണാറുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ആക്കുളത്ത് തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന നിഷ് സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരുപാട് ഡിഗ്രി ചെയ്യുന്ന കുട്ടികളൊക്കെ പുറത്ത് നിന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ ഇവരെ ഒബ്സർവ് ചെയ്യാറുണ്ട്, നിർത്തി ഞാൻ ഇവരെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ വിളിച്ച് അവരുടെ ഐഡിയാസ് എല്ലാം ചെയ്യുന്നുണ്ട്, ഫോൺ. അപ്പം അവർക്ക് നമ്മുടെ വിചാരം അവരെന്തോ ലൈക്ക് കോമൺ പീപ്പിളിന് എന്തോ വിചാരം അവർക്ക് ഐഡിയാസ് ഒന്നും ഇല്ല, അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്. പക്ഷെ കാണുമ്പോൾ അങ്ങനെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നി. ഞാൻ അന്നേ ഇങ്ങനെ ഈ ഒരു ആശയം ഇട്ടു. അപ്പം ലക്കിലി എനിക്ക് ഇവിടെ നമ്മുടെ സൂപ്പർ അമ്മയും മകളിലും ഓപ്പർച്യൂണിറ്റി കിട്ടി സിറ്റിസൺ ജേർണലിസം. അപ്പം സിറ്റിസൺ ജേർണലിസത്തിലൂടെ ഇതൊരു ന്യൂസായിട്ട് പബ്ലിക് അവയർനെസ് പ്ലസ് ഇതിൻ്റെ കൂടെ ഇപ്പം എന്തുകൊണ്ടാണ് നമുക്കത് സൈൻ ലാംഗ്വേജ് നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഈവൻ എനിക്കും അറിയില്ല, എനിക്കും പഠിക്കണം എന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊക്കെ എങ്ങനെ എത്തിക്കാം, അതിനൊരു ചോദ്യമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഇതിലൂടെ ഞാൻ അതിനെ കൊണ്ടുവരാൻ നോക്കി. ഓക്കെ, നല്ലൊരു നൂതനമായ ഒരു ആശയമാണ്. കാരണം ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ എങ്ങനെയാണ് പൊതുസമൂഹവുമായിട്ട് ചേർക്കാൻ പറ്റുന്നത്? അവരല്ല അത് ചെയ്യേണ്ടത്, നമ്മളാണ് ആ ഒരു അത് അവരോട് സംസാരിക്കുമ്പോൾ അവർ അത് തന്നെയാണ് പറയുന്നതും. അപ്പം നമ്മൾ അത് എങ്ങനെയെങ്കിലും പഠിച്ച് അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ, ആസ് എ മെജോറിറ്റി പീപ്പിൾ ഔട്ട്സൈഡ് നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. അത് ഒരു സോഷ്യൽ അവയർനെസ് ആണ് എനിക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം ഇത് കുറച്ച് ആൾക്കാരുടെ ന്യൂസും അവരുടെ ലൈഫ് ഹിസ്റ്ററീസും എല്ലാം എടുത്ത് കാണിക്കാൻ നോക്കും. എനിക്കറിയാവോ സൈൻ ലാംഗ്വേജ്? ലിറ്റിൽ ഞാൻ ഇവരോട് ഇപ്പം ഇന്ററാക്ട് ചെയ്തപ്പോൾ അവരെന്നെ കുറച്ചൊക്കെ പഠിപ്പിച്ചു തന്നു. ലൈക്ക് സപ്പോസ് ദിസ് ഇസ് ഇംഗ്ലീഷ്, ഓക്കെ, ആൻഡ് ദിസ് ഇസ് മലയാളം, ആൻഡ് ടു സേ താങ്ക് യു ക്യാൻ സേ ലൈക്ക് ദിസ്, പിന്നെ വെൽക്കം. അങ്ങനെ കുറച്ച് ഗോൾഡൻ വേർഡ്സും അങ്ങനത്തെയൊക്കെ പഠിച്ചോളൂ. പക്ഷെ ഐ വോണ്ട് ടു ലേൺ, ദാറ്റ് ഇസ് ലൈക്ക് എൻ്റെ ടൈം അങ്ങനെ വളരെ സ്ട്രിങ്ജൻറ്റ് ടൈമാണ്. പക്ഷെ എന്നാലും ഞാൻ ഇതിന് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ്. സൈൻ ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് അവരോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നിഷ് അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി അങ്ങനെ കോഴ്സ് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ? അത് നിഷിന് ഡിപ്ലോമ കോഴ്സസ് ഞാനിപ്പോൾ പറഞ്ഞതുപോലത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. പുറമെ അവർക്ക് ഡിഗ്രി ഫോർ ഹിയറിംഗ് ഇമ്പയർഡ് DHI കോഴ്സസ് ഉണ്ട്. അവരവിടെ BCom മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ഇസ് വൺ ഓഫ് ദ ലൈക്ക് only one ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഇങ്ങനത്തെ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സ്പീച്ച് പ്രോബ്ലംസ് ഉള്ളവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. അപ്പോൾ അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ അപ്ബ്രിങ്ങിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനവും കൂടെയാണ്. വെരി നൈസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം, വീഡിയോ കാണാം. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡെഫിന്റെ കണക്കനുസരിച്ച് ലോകമെമ്പാടും 70 ദശലക്ഷത്തിലധികം ബധിരരുണ്ട്. 300-ലധികം വ്യത്യസ്ത ആംഗ്യഭാഷയും ഉപയോഗിക്കുന്നു. ഇതിലൊന്നാണ് ISL അഥവാ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഏകദേശം 2.5 ബില്യൺ ആളുകൾക്ക്, അല്ലെങ്കിൽ 4 പേരിൽ ഒരാൾക്ക് 2050 ഒരു പരിധിവരെ കേൾവിശക്തി നഷ്ടപ്പെടും. ഒന്നുമില്ല, നീ പൊക്കോ. മഴയാ, കൊട എടുത്തോ, പൊക്കോ. സമയമില്ല, പൊക്കോ. എവിടെ പോവാനാ മനസ്സിലായില്ല?
മനസ്സിലായില്ല. എവിടെയാ സ്ഥലം? എവിടാ? എത്ര സന്തോഷത്തോടുകൂടിയാണ് പ്രിയ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നത്. നമുക്കും അവരുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ, അവരോടൊപ്പം അതേ ഭാഷയിൽ തിരിച്ച് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നിഷിലെ അധ്യാപികയായ ബിസ്മിയ ജെ മാം ആണ്. മാം നിഷിലെ ബികോം അധ്യാപികയാണ്. മാമിന് നമ്മുടെ ISL ലാംഗ്വേജ് ഒരു സാമൂഹ്യവൽക്കരിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് നല്ലപോലെ ആഗ്രഹമുണ്ട്. ISL സ്കൂൾ ലെവലും കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. കുട്ടികൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സമൂഹത്തിൽ സാധാരണ ആൾക്കാരോട് ഇടപഴകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ പറയാറുണ്ടോ? അതിന് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓൾവേസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ എന്തെങ്കിലും അസുഖമായി ഡോക്ടറിനെ അടുത്ത് പോവുകയാണെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പോവുക, ഫാമിലിയിൽ ആരെങ്കിലും ഒപ്പം കൊണ്ട് പോകും. അപ്പോൾ ഡോക്ടർ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എൻ്റെ അസുഖം എന്താണെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതി, തീർന്നു, മെഡിസിൻസ് തന്നു പോവാം എന്ന് പറയും. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ എന്താ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നിഷിലെ DHI സെക്ഷനിലെ HOD മിസ്സസ് രാജി ഗോപാലാണ്. നമസ്കാരം മാം. സോ മാമിന് നമ്മുടെ കുട്ടികള്, ഡെഫായിട്ടുള്ള കുട്ടികള് സമൂഹത്തിൽ ഇടപഴകാൻ, സാധാരണക്കാർക്ക് ഈ സൈൻ ലാംഗ്വേജ് അറിയാത്തത് ഒരു തടസ്സമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു കുട്ടി പറയുകയുണ്ടായി, അവൻ്റെ വീട്ടിൽ ഉണ്ട് സിസ്റ്ററിൻ്റെ കല്യാണം വളരെ ഗംഭീരമായിട്ട് കുറേ ദിവസമായിട്ട് പേരൻസ് ഡിസ്കസ് ചെയ്യുന്നു, ബന്ധുക്കൾ വരുന്നു, ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ. അവന് ജസ്റ്റ് 2 days ബിഫോർ മാരേജ് ആണ് അറിഞ്ഞത്. അവൻ്റെ സിസ്റ്റർ എന്തോ നടക്കുന്നു, ഡിസ്കഷൻ കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്തോ ആണെന്നുള്ള കാര്യം അവന് മനസ്സിലാവണില്ല. കാരണം ഈ ഒരു ഡിസ്കഷൻസിലൊന്നും പേരൻസ് ഈ കുട്ടിയെ ഇൻവോൾവ് ചെയ്യുന്നില്ല. കാരണം കോമൺ ഭാഷ ഇല്ലാത്തത് കൊണ്ട്. നമ്മുടെ നിഷ് പോലുള്ള ഒരു ഈ സ്ഥാപനത്തില് ഇക്കാര്യത്തില് എന്തൊക്കെ ചെയ്യാനാവും? One is create awareness. As for any thing that you would do, create awareness in the public actually. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ISL ക്ലാസ് കണ്ടക്ട് ചെയ്യുക. സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ ഇന്റർനാഷണൽ ഡെഫ് വീക്ക് എന്നാണ്, വേൾഡ് ഡെഫ് വീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നിഷ് തന്നെ ഒരുപാട്, അതായത് over the years what we have been doing is, for that whole week we have been conducting ISL class for police, first responders. പിന്നെ സ്കൂളിൽ പോയി നമ്മൾ ISL ക്ലാസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. IT കമ്പനീസിൽ പോയി നമ്മുടെ കുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ പോയി നമ്മൾ ISL ക്ലാസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആംഗ്യ ഭാഷ നമ്മളും പഠിച്ചാൽ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ തലം മുതൽ പഠിച്ചാൽ, പ്രിയയെ പോലുള്ളവരുടെ ലോകത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കാളികളാവാം. അവരുടെ ഈ ലോകത്തിന്റെ വാതിലിന്റെ താക്കോലായി മാറാം, സന്തോഷത്തിന്റെ താക്കോൽ. അമൃത TVക്ക് വേണ്ടി സിറ്റിസൺ ജേർണലിസ്റ്റ് നിത്യ നായർ. ആക്ച്വലി ഐ എം വെരി മൈറ്റി ഇംപ്രസ്ഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കമ്പാഷനറ്റ് ആയിട്ട് ഒരു ലോകത്തിന് തന്നെ ഒരു മാറ്റം വരാൻ, ഒരു വലിയ സമൂഹത്തിന് മാറ്റം വരുത്താൻ കാരണമായ ഒരു ആലോചനയാണ് നിത്യം മുന്നോട്ട് വെച്ചത്. പുതിയ ആശയം. ഇതിനകത്ത് ഇപ്പോൾ ജേർണലിസ്റ്റ് എത്ര ഉണ്ടായിരുന്നു, സിറ്റിസൺ ജേർണലിസ്റ്റ് പറയേണ്ട ഒരു സ്റ്റോറിയാണോ എന്നതിലുപരി ഒരു പുതിയ ഒരു സമൂഹത്തിന് തന്നെ, ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ എങ്ങനെ സമൂഹത്തിൻ്റെ ഭാഗമാക്കാം, കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ്, കുറച്ചും കൂടെ കാരുണ്യമുള്ള, കുറച്ചും കൂടെ സഹാനുഭൂതിയുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളൊരു ആലോചനയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നന്നായിട്ട് അതിനെ എന്ന് വെച്ചാൽ ഇപ്പം അതിന് കുറ്റം പറയാനായിട്ടാണെങ്കിൽ കുറേ അധികം നമുക്ക് പറയാം. അതിൻ്റെ സ്റ്റോറീസ് ഒന്നും പറഞ്ഞു പോകുമ്പോൾ അത് കംപ്ലീറ്റ് അല്ല, പകുതി വെച്ച് കട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. ബിക്കോസ് അത് നമ്മുടെ സൈൻ ലാംഗ്വേജ് പറയുന്ന കുട്ടി ഒത്തിരി പേര് ആക്ച്വലി എടുത്തു ഞാൻ, അവരുടെ ലൈഫ് സ്റ്റോറീസ് എല്ലാം. നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്, 4 minutes. അപ്പൊ എനിക്ക് പ്രോബ്ലത്തിന്റെ സൈഡും പറയണം, റൂട്ട് കോസും പറയണം, അതിനൊരു സൊല്യൂഷനും പറയണം. പ്ലാൻ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ടീച്ചറിന്റെ പകുതി, അവിടെ നിന്നുള്ള പകുതി, എഡിറ്റ് ചെയ്ത പകുതി, ആക്ച്വലി മേ ബി ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് നൗ.
നമ്മുടെ ഇന്ത്യയിൽ RPWD ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. ഇറ്റ്സ് ഓൾറെഡി പാസ്ഡ്, ആ ബില്ല് പാസ് ചെയ്താണ് 2016. ദാറ്റ് സേസ് ഡെഫ് പോലത്തെ ആൾക്കാർക്ക് ഇവർ മെയിൻലി ഫേസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്, ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, കടകളിൽ പോകുമ്പോൾ ഇതൊക്കെയാണ്. അപ്പം ബാങ്ക് പോലത്തെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ പോവുകയാണെങ്കിൽ ആക്ട് അനുസരിച്ചിട്ട്, നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ദർ ഷുഡ് ബി ഒരു ഇൻ്റർപ്രറ്റർ അവർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. പക്ഷെ അത് നമ്മുടെ ഡെഫിനും അറിയില്ല, ഇവിടുത്തെ അതോറിറ്റീസിനും അറിയില്ല. അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ റൂൾ അനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ ISL ലാംഗ്വേജ് അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് സ്കൂൾ തലത്തിൽ കൊണ്ടുവരണമെന്നും ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്. അത് ഇതുവരെയ്ക്കും അത് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഇറ്റ് ഈസ് പാസ്ഡ് ഇൻ ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷെ HOD പറഞ്ഞതാണത്. അതൊക്കെ ഉണ്ട് ഇതിൽ ആ പാസ്സായിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദിസ് RPWD ആക്ട് ഉള്ളി 2016 ഈ ആക്ട് അനുസരിച്ചിട്ടാണ്. പക്ഷേ അതിന് ഇന്നൊവേറ്റീവായിട്ട് ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം ലൈഫ് സ്കിൽ ക്ലാസ്സസ് നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു ബേസിക് എഡ്യൂക്കേഷനായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ CBSE NCERT സിലബസിൻ്റെ കൂടെ ഇത് നമ്മൾ നമ്മുടെ സൈൻ ബോർഡ്സ് ഒക്കെ കാണിക്കൂലേ, റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, പിന്നെ ഡാൻസസ് പഠിപ്പിക്കുന്ന പോലെ ഇതും ഒരു ലാംഗ്വേജ് ആയിട്ട് കുറച്ച് ഒരു പീരീഡെങ്കിലും ഒരു വീക്കിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പക്ഷേ ഇത് നമ്മുടെ നാട്ടിലിപ്പോ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ഒരു അധിക ഭാരമായിട്ട്, ഇപ്പൊ നമുക്കിപ്പോ എന്താ വേണ്ട അവരോട് മിണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഇപ്പൊ സൈൻ ലാംഗ്വേജ് നമ്മുടെ ഈ കൈ ആംഗ്യങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. മുദ്രകൾ പഠിപ്പിക്കാൻ നമ്മൾ ഡാൻസിൽ കുട്ടികളെ മുദ്രകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റൊരു സമൂഹത്തിന് കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് സൊസൈറ്റി ആക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആവാം. നിശ്ചിത തന്നെ ഓൺലൈൻ ക്ലാസ്സസ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എനിക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് ഒന്ന് പഠിക്കാൻ അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചേനെ. ഓൺലൈനിൽ കോഴ്സ് ഉണ്ടോ എന്ന് നല്ലൊരു ആലോചനയാണ് മുന്നോട്ട് വെച്ചത്. ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച് നിത്യ. താങ്ക് യു മാം. വെരി സൂപ്പർ അമ്മയും മകളും